കേരളപ്പിറവി ദിനം ഗുരുവായൂർ ക്ഷേത്രത്തിന് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന് തുടക്കം കുറിച്ചത് 1931 നവംബർ 1-നാണ്. സമരത്തിന് ശേഷം 1947 ജൂൺ 2-ന് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്കും തുറന്നുകൊടുക്കുകയും ചെയ്തു. ഒരു കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദു വിഭാഗത്തിനും പ്രവേശനം ഇല്ലായിരുന്നു. ഏകാദശി ദിവസം മാത്രമായിരുന്നു ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ഹിന്ദു വിഭാഗത്തിനും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1931 നവംബർ 1-ന് സത്യാഗ്രഹ സമരം ആരംഭിച്ചു. 1934 മഹാത്മാഗാന്ധി സമരത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. സമരം ശക്തിപ്പെട്ടതോടെ 1947 ജൂൺ 2-ന് ഗുരുവായൂർ ക്ഷേത്ര ഗോപുരവാതിൽ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുകയായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ വളരെയധികം കഠിന പ്രയത്നം ചെയ്തു തന്നെയാണ് ഈ സത്യാഗ്രഹ സമരങ്ങളും അവരുടെ എല്ലാം സമരമുറകളും ഒക്കെ നിരവധിയായിട്ടുള്ള സമര പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് ക്ഷേത്ര പ്രവേശനത്തിന് ജാതി നോക്കാതെ തന്നെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ നിരവധിയായിട്ടുള്ള സമരത്തിന്റെ ഒരു മുഖമാണ് ഇപ്പോഴും ഈ ഗുരുഭവനപുരിയിൽ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അത് തുടങ്ങി വെക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒറ്റക്കെട്ടായിട്ട് ഈ ഗുരുവായൂരിന്റെ പാവനതയെയും പവിത്രതയെയും ഒക്കെ തന്നെ പരിശുദ്ധിയെയും ഒക്കെ തന്നെ സംരക്ഷിക്കുവാൻ നമുക്ക് വീണ്ടും ഒരു ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ സ്മാരകമായാണ് കിഴക്കേ നടയിൽ സത്രം വളപ്പിൽ ഈ സ്തൂപം സ്ഥാപിച്ചിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളം ഒരു തീർത്ഥാലയത്തിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ ഇത്തരമൊരു സമരത്തിന്, ആ യാത്രയിലെ ഇത്തരം സമരത്തിന്റെ ഒരു പങ്ക് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. സാമൂഹ്യ നവോത്ഥാനവും അതുപോലെ തന്നെ മാനവിക സമത്വവുമെല്ലാം ആത്മീയതയിലൂടെയാണ് കൈവരിക എന്ന ചിന്തയിലൂടെയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന് ബീജാവാപം ചെയ്തത്. വിവിധ സംഘടനകൾ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി ഈ ദിവസത്തെ ഓർമ്മിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന് ഇന്ന് 94 ആണ്ട് തികയുകയാണ്. രാജു ഗുരുവായൂർ, ജനം TV.